ഹലോ വിവേഴ്സ്, ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് മാങ്ങ ഇട്ട് വെച്ച നല്ലൊരു പുളിങ്കറി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ, തൂരപ്പരിപ്പ് ഒരു 2 കൈപ്പിടി എടുത്തിട്ടുണ്ട്. അത് ഒരു 2 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണ്ട നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് പച്ചക്കറികൾ, ഞാൻ എല്ലാ പച്ചക്കറിയും എടുക്കാം. ഞാൻ ഇതിൽ ഉരുളൻകിഴങ്ങ്, വഴുതനങ്ങ, കയ്പ്പയ്ക്കയുടെ ചെറിയൊരു കഷ്ണം, മുരിങ്ങക്കായ, ചക്കക്കുരു, പിന്നെ ക്യാരറ്റ്, പടവലങ്ങ, അങ്ങനെ എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ്, സവോള, ഇങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടി വേണം, ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ വേണം. പിന്നെ വറുത്തിടാനായിട്ട് ഉലുവ ഒരു 1/4 സ്പൂണ്, പിന്നെ കടുക് ഒരു 1/4 സ്പൂണ്, പിന്നെ ഒരു വറ്റൽമുളക്, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ ഒരു മാങ്ങ, ഇത് ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലേ, ഒരു മാങ്ങയും വേണം. ഇത്ര സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനെ ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ച തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിലിട്ട് വെച്ചതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒറ്റ വിസിൽ വന്നാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ അരയ്ക്കാനൊന്നുമില്ല. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇനി ഇത് ഒരു വിസിൽ വരട്ടെ. നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം. 2 വിസിൽ വന്നു. നമുക്കിനി പരിപ്പ് വെന്തോന്ന് നോക്കാം. പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും കൂട്ടാട്ടോ അതിൽ. ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വേവട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമുക്കിതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഇപ്പം എല്ലാം ശരിയാണ്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഈ ഉലുവ ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച നമ്മുടെ നാടൻ പുളിങ്കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.